എല്ലാവർക്കും നമസ്കാരം. UK എനർജി സോണിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് വരുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷനകത്ത് ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ്റെ കേസിൽ രണ്ട് രീതിയിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ്റെ കേസിൽ ഒന്നെന്ന് പറഞ്ഞാൽ ആക്ച്വൽ മീനിന്ന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ അസ്യൂംഡ് മീനിന്നും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ അസ്യൂംഡ് മീനിന്ന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഈ ചാനലിലൂടെ കൊമേഴ്സുമായി റിലേറ്റഡ് ക്ലാസ്സുകളാണ് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഉപകാരമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ ഇന്നത്തെ ഭാഗത്തിലേക്ക് കിടക്കാം. അസ്യൂംഡ് മീനിൽ നിന്ന് സ്റ്റാൻഡേർഡ് അസ്യൂംഡ് മീൻ ആദ്യം എന്താണെന്ന് മനസ്സിലാക്കുക. അസ്യൂംഡ് മീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂ മീനായിട്ട് സങ്കല്പിക്കുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്, അസ്യൂംഡ് മീൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള രീതി എന്നുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്നുള്ളത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ റൂട്ട് സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ മൈനസ് സിഗ്മ ഡി ഡിവൈഡ് ബൈ എൻ ഹോൾ സ്ക്വയർ എന്നുള്ളതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ കൃത്യമായിട്ട് ആദ്യം പഠിച്ചു വെക്കുക. കാരണം ഇത് യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തൊക്കെ കാണുന്നതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഭാഗം എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഡീൻ്റെ വാല്യൂ കിട്ടുന്നത് എങ്ങനെയായിരിക്കും? എക്സ് മൈനസ് എ ആണ് ഡീൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ. എ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അസ്യൂംഡ് മീനാണ് എ എന്നുള്ളത്. ഓക്കെ, എ എന്താണ്? അസ്യൂംഡ് മീനാണ് എ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മളിതൊരു കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രോബ്ലം ബോർഡിനകത്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കത് ക്ലിയർ ആണെന്നാണ് വിചാരിക്കുന്നത്. ബോർഡിൽ എഴുതിയിട്ടുള്ള പ്രോബ്ലം. അപ്പം ഇതിൽ എക്സിൻ്റെ വാല്യൂ എന്തുള്ളത് തന്നിട്ടുണ്ട്. എക്സിൻ്റെ വാല്യൂ ഇൻഡിവിജ്വൽ ഒബ്സർവേഷനാണ്. അപ്പോൾ ക്വസ്റ്റ്യനകത്ത് ഉണ്ടാവേണ്ടത് ഈ ഒബ്സർവേഷനാണ് ക്വസ്റ്റ്യനകത്ത് ഉണ്ടാവുക. ഈ ഒബ്സർവേഷനാണ് ക്വസ്റ്റ്യനകത്ത് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാമിന് ചോദിക്കൽ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ആദ്യം ഈ എത്രയാണ് ഒബ്സർവേഷൻ ഉള്ളത്, ആ ഒബ്സർവേഷൻ നമ്പർ ഇവിടെ കൂട്ടിയിട്ട് എഴുതുക. അതിവിടെ 10 ഒബ്സർവേഷനാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, നമ്മുടെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ആ 10 എന്നുള്ളത് നമുക്ക് ആവശ്യമാണ്. ഇനി എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു വാല്യൂ നമ്മൾ അസ്യൂംഡ് മീനായിട്ട് നമ്മൾ എടുക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ഞാൻ എടുത്തിട്ടുള്ളത് 280 എന്ന് പറയുന്ന വാല്യൂ ആണ് എടുത്തിട്ടുള്ളത്. അസ്യൂംഡ് മീനാക്കിയിട്ട് എടുത്തിട്ടുള്ളത് 280 ആണ്. അപ്പോൾ ആ 280 ആണ് ഇവിടത്തുള്ള അസ്യൂംഡ് മീൻ എന്നുള്ളത്. ഇനി അതിൻ്റെ അടിസ്ഥാനത്തിൽ എക്സ് മൈനസ് എ, അതായത് 227 മൈനസ് 280 53, 235 മൈനസ് 280 45, അതുപോലെ ഇങ്ങനെ ഓരോ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് 292 മൈനസ് 280 12, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഈ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് ഈ കോളം ടോട്ടൽ ചെയ്യുക. അതാണ് 91 എന്നുള്ള ഈ കോളത്തിൻ്റെ ടോട്ടലാണ്. ദെൻ നെക്സ്റ്റ് ഇതിൻ്റെ ഓരോ എമൗണ്ടും നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ സ്ക്വയർ ആണ് ഈ ഭാഗത്ത് എഴുതിയിട്ടുള്ളത്. 53ൻ്റെ സ്ക്വയർ ആണ്. ഇങ്ങനെ ഓരോന്നിൻ്റെയും സ്ക്വയർ ആണ് ഈ ഭാഗത്തേക്ക് എഴുതിയിട്ടുള്ളത്. അതിൻ്റെ ടോട്ടലാണ് ഈ എമൗണ്ട് എന്നുള്ളത്. 16,223 എന്നുള്ളത് ഇതിൻ്റെ ടോട്ടലാണ്. ആ ഡി സ്ക്വയറിന് ടോട്ടലാണ് 16,223 എന്നുള്ളത്. ഇനി ഇത്രയാണ് നമ്മൾ ഇതിൻ്റെ ചെയ്യേണ്ടത്. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇത് ഇക്വേഷനകത്ത് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇക്വേഷൻ എന്താണ്? സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ മൈനസ് സിഗ്മ ഡി ഡിവൈഡ് ബൈ എൻ ഹോൾ സ്ക്വയർ ആണ്. അതിൽ ഡീൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എ ആണ്. അതാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. എൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എ എന്താണ്? അസ്യൂംഡ് മീനാണ് 280. നമ്മൾ എടുത്തിട്ടുള്ള എമൗണ്ട് 280. ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള എമൗണ്ട് അല്ല, നമ്മൾ 280 എന്നുള്ള എമൗണ്ട് എടുത്താൽ 280 എടുക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് എമൗണ്ട് വേണമെങ്കിൽ എടുക്കാം. വേണമെങ്കിൽ 300 എടുക്കാം, അല്ലെങ്കിൽ 250 എടുക്കാം. ഏത് എമൗണ്ട് എടുത്താലും ആൻസറിനകത്ത് വ്യത്യാസം വരില്ല. 280 എടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഡി സ്ക്വയറിൻ്റെ ടോട്ടൽ എത്രയാണ്? ഡി സ്ക്വയറിൻ്റെ ടോട്ടൽ 16,223. നമ്പർ എത്രയാണ്? 10 ആണ്. ഡി ഡിവൈഡ് ബൈ എൻ, ഡി എത്രയാണ്? 91 ആണ്. അതിന് എൻ എത്രയാണ്? 10. ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ആൻസറാണ് ഇവിടെയുള്ള 39.23 ആണ് ഇവിടെയുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ എമൗണ്ട് എന്നുള്ളത്. ഓക്കെ, ഇത് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള എന്താണ്, ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ്റെ കേസിനകത്ത് അസ്യൂംഡ് മീനിൽ നിന്നുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള രീതിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
നിങ്ങൾക്കിതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻ്റായിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ബാക്കിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ എല്ലാ ദിവസവും ചാനലിലൂടെ ക്ലാസ്സുകൾ വൈകുന്നേരം 7 മണിക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് ഉപകാരമാകുന്നുണ്ടെങ്കിൽ മാക്സിമം മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.